വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അഹശ്വേരോസ് രാജാവ് മൊർദെഖായെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിച്ച സമയം അവിടെ എത്തിയ ഹാമാനോട് രാജാവ് താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ ഹാമാൻ കരുതിയത് രാജാവ് തന്നെയാണ് ബഹുമാനിക്കാൻ പോകുന്നതെന്നാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയെയും രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണങ്ങൾ അണിയിച്ച് കുതിരപ്പുറത്തിരുത്തി നഗരവീതിയിലൂടെ കൊണ്ടുപോകട്ടെ. രാജാവ് ഹാമാനോട് അപ്രകാരം എല്ലാം തയ്യാറാക്കാൻ പറഞ്ഞിട്ട് ആ ബഹുമതി മൊർദെഖായ്ക്കാണ് എന്ന് കൽപ്പിച്ചു. അപ്രകാരം ചെയ്യാൻ ഹാമാനോട് പ്രത്യേകമായ നിർദ്ദേശം നൽകി. അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് മൊർദെഖായെ അണിയിച്ചൊരുക്കി. ഹാമാനാകട്ടെ വിലപിച്ചുകൊണ്ട് സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി. രാജാവിൻ്റെ ഷണ്ഡന്മാർ വന്ന് എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിനായി ഹാമാനെ കൊണ്ടുപോയി. വിരുന്നിനിടയിൽ രാജാവ് എസ്തേറിനോട് വീണ്ടും ചോദിച്ചു, എസ്തേർ രാജ്ഞി, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. എസ്തേർ രാജ്ഞി പറഞ്ഞു, രാജാവേ, എൻ്റെ അപേക്ഷ എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്നതാണ്. നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടാനും ഞാനും എൻ്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ സമാധാനം വെടിയുകയില്ലായിരുന്നു. ഞങ്ങളുടെ നാശം രാജാവിന് നഷ്ടമായി തീരരുതല്ലോ. അഹശ്വേരോസ് രാജാവ് രാജ്ഞിയോട് ചോദിച്ചു, ഇതു ചെയ്യാൻ ധൈര്യപ്പെട്ടവനാർ? അവൻ എവിടെ? എസ്തേർ പറഞ്ഞു, വൈരിയും ശത്രുവും ദുഷ്ടനുമായ ഈ ഹാമാൻ തന്നെ. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുമ്പിൽ നിന്ന് ഭയന്ന് വിറച്ചു. മൊർദെഖായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴം ഉയരമുള്ള കഴുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിക്കൊല്ലാൻ രാജാവ് കൽപ്പിച്ചു. രാജാവിൻ്റെ കോപം ശമിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.